ഇത് ചികിത്സാ പിഴവല്ല, മറിച്ച് ഏത് വികസിത രാജ്യത്തും സംഭവിക്കാവുന്ന ഒരു അവിചാരിത ചികിത്സാ സങ്കീർണത മാത്രമാണ്. ഇത്തരം ഓരോ സങ്കീർണതയും ചികിത്സാ പിഴവായി ചിത്രീകരിച്ച് മാധ്യമ വിചാരണയും ആൾക്കൂട്ട വിചാരണയും നടത്തി ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ഡിഫൻസീവ് പ്രാക്ടീസ് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഡോക്ടർമാർ എന്ത് വക്കത്തരം വേണോ കാണിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ വക്കണമെങ്കിൽ പോലും നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വന്ന് നമ്മൾ കണ്ട് പൈസ എന്നാലേ നമ്മൾ പ്രസവം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കും, നമ്മൾ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. ഇതിനൊന്നും നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യരുത്, ഇതൊക്കെയും ചെയ്യരുത്, നമ്മൾ അദ്ദേഹത്തെ കൈവയ്ക്കാൻ വരരുത്. അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ നമുക്ക് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാകും. നമ്മൾ വീട്ടിൽ പോയിരുന്ന് മുട്ടുകുത്തിയിരുന്ന് കരയും, നമുക്ക് ഡിപ്രഷൻ അടിക്കും, നമ്മൾ ചിലപ്പം പാനിക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് വരും, സൂയിസൈഡ് ഒക്കെ ചെയ്ത് ഇതെന്താ എന്ത് തന്തയില്ലാത്ത തരം കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരാണ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണേ അവരെ കുറ്റപ്പെടുത്താനോ അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. അവർക്ക് വിഷമം വരും, പാവങ്ങളാണ്, മാനസിക സമ്മർദ്ദത്തിലാണ് പാവങ്ങൾ. ആരൊന്നും ചെയ്യരുത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപുള്ള സസ്പെൻഷൻ, ഫലമാറ്റം തുടങ്ങിയ ശിക്ഷാ നടപടികൾ ആരോഗ്യ പ്രവർത്തകർക്ക് ഭരണകൂട സംരക്ഷണം പോലും ഇല്ല എന്ന ബോധം സൃഷ്ടിക്കുകയും ചികിത്സാ രംഗത്തെ ആത്മാർത്ഥത ഇല്ലാതാക്കുകയും ചെയ്യും. പാവപ്പെട്ട ഡോക്ടർമാർക്ക് നിയമ സംരക്ഷണം, ഭരണകൂടത്തിന്റെ സംരക്ഷണം പോലും കിട്ടില്ല. പാവം നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ ജോലിയുള്ള ആത്മാർത്ഥതയൊക്കെ ഭയങ്കരമായിട്ട് കുറയും. പാവങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോലും വരാൻ പറ്റില്ല, വീട്ടിൽ കഥ അടച്ചിരുന്ന് കരഞ്ഞളയും പാവങ്ങൾ. ഭയങ്കര ആത്മാർത്ഥതയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീട്ടിൽ സിറ്റിംഗ് എടുക്കുന്നത്. സ്വാഭാവികമാണ് ഡോക്ടർമാർ അവരെ വീട്ടിൽ സിറ്റിംഗ് ചെയ്യും, ശരിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ടിങ്ങിന് വരുന്ന പേഷ്യൻസിനെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കാണണം കേട്ടോ, വീട്ടിൽ വന്ന് കണ്ടാൽ മാത്രമേ ഞാൻ സ്പെഷ്യൽ കെയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ മരണപ്പെട്ട കുട്ടി നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ ആ ഡോക്ടറിന്റെ റൂമിൽ പോയി 5000 രൂപ കൊടുത്തും വരെ പുള്ളി പറയുന്നു. ഇതൊക്കെയാണ് ഡോക്ടർമാരുടെ ആത്മാർത്ഥത. സംഭവങ്ങൾ ഉണ്ടായാൽ നിയമം കയ്യിലെടുക്കുന്നതാണ് പൊതുപ്രവർത്തകന്റെ കഴിവ് എന്ന മിഥ്യാധാരണയും അപകടകരമാണ്. വനിതാ ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും കരണത്തടിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല. വേണ്ട, പെറ്റുന്ന കൊച്ചുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഇടയിൽ തന്നെ കൊച്ചുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ആൾക്കാർ കൈയൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ നിന്നേക്ക് വന്ന് തൊഴിവാ രണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആരെയും കാലത്തടി അടിച്ചിരിക്കും. അതിന് മെഡിക്കലായാലും വേറെ ഉറപ്പായാലും അടിച്ചിരിക്കും, ഡോക്ടറായാലും നഴ്സായാലും അടിച്ചിരിക്കും. അത് തന്നെയാണ് പൊതുപ്രവർത്തനം. കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യൽ തന്നെയാണ് പൊതുപ്രവർത്തനം. ചിലപ്പോൾ കൈവയ്ക്കേണ്ടി വന്നതിനെ കൈവയ്ക്കുകയും ചെയ്യും ആൾക്കാർ. പ്രാഥമിക അന്വേഷണത്തിൽ ചികിത്സാ പിഴവ് ഇല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപേ എടുത്ത അന്യായ സസ്പെൻഷൻ നടപടി ഉടൻ പിൻവലിക്കുക. വനിതാ ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ആക്രമിച്ചവർക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. എന്തോന്ന് ചികിത്സാ പിഴവില്ലെന്നുള്ള റിപ്പോർട്ട് നിങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് കൈക്കൂലി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എഴുതി വിടുന്ന പേപ്പറിലുള്ള സാധനം തന്നെയല്ല റിപ്പോർട്ട്. അത് തന്നെയല്ല റിപ്പോർട്ട്. അല്ല നിങ്ങൾ ഏതാണല്ലേ വരുള്ളൂ, പിന്നെ എന്തെങ്കിലും തെളിയിക്കാനിരിക്കുന്നു. പിഴവില്ലാന്ന് നിങ്ങൾ എഴുതിയാൽ പിഴവില്ല, പിഴവുണ്ടെന്ന് നിങ്ങൾ എഴുതിയാൽ പിഴവുണ്ട്. അത് തന്നെയാണ് സാധനം, അത് തന്നെയാണ് റിപ്പോർട്ട്. അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. വേറെ ഈ വൈകിട്ടടിക്കുന്ന എനിക്കായാലും ഇതിനു വേണ്ടി കിടന്ന് വിളിക്കുന്ന ആൾക്കാർക്കായാലും വന്ന് പ്രസവ റൂമിക്കായാലും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിക്കായാലും എത്തി നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എഴുതി വിടുന്ന സാധനം തന്നെയല്ല റിപ്പോർട്ട്. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതേപോലെ പ്രസ് കോൺഫറൻസ് വിളിച്ച് വെച്ചിട്ട് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ന്യായീകരിക്കും. സംഘടനയിലുള്ള അമ്മച്ചിയാണ് ഒരു കൊച്ചു മരിച്ചതിന്റെ റിപ്പോർട്ട് വായിക്കുകയാണ്. സ്ത്രീക്ക് 36 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുട്ടി മരിച്ചത്. കഥകളി നടത്തുന്നു ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. മരിച്ച ഒരു നടന്ന സംഭവം, പൊടി കൊച്ചിന്റെ മരണത്തിന്റെ കേസ് കഥകളി കണക്ക് അവിടെ ഇരുന്ന് വായിക്കുന്നു. റിപ്പോർട്ടിൽ കാര്യമില്ല, റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടില്ല. കൊച്ചുങ്ങൾ മരിച്ചോട്ട് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരും അടിക്കരുത്. നമ്മൾക്കാണ് നീതി വേണ്ടത്, ഡോക്ടർമാർക്കാണ് നീതി വേണ്ടത്. സൂപ്രണ്ടന്മാരെ കൈവയ്ക്കില്ല, ഡോക്ടർമാരെ കൈവയ്ക്കില്ല. നമ്മൾ ചിലപ്പം അവിടെ പറഞ്ഞ കുടിക്കും.